സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും മോളെ. നെടുമാംഗല്യവും സമ്പൽ സമൃദ്ധിയും ദീർഘസുമംഗലി യോഗവും എല്ലാം. അമ്മേ, അനുഗ്രഹിക്കണം. ഏത് നിമിഷവും അമ്മയുടെ പ്രാർത്ഥന മോളുടെ കൂടെ തന്നെയുണ്ട്. വിജയമ്മേ, നന്നായി വരും മോളെ. വിഷ്ണുവേട്ടാ, വേണ്ട കേട്ടോ, നന്നായി വരും. വല്യച്ചി, കുഞ്ഞേച്ചി, വേണ്ട. വരന്നിരിക്കാം. ഇരിക്കും മോനെ. ഇനി വധുവിനിരിക്കാം. എല്ലാരും എത്തിച്ചേർന്നല്ലോ അല്ലേ? ഇനി തുടങ്ങാലോ. ഭാഗ്യം, പഴയ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താലികെട്ട് നടക്കട്ടെ. കെട്ടിക്കോ.
നിർത്ത്. എന്താ ഇത്? ഏയ് തനു, എന്താ നിനക്ക്? ഇത് നോക്ക് അരവിന്ദേട്ടാ. ആ എഴുന്നേര്. എഴുന്നേക്കടാ അവിടുന്ന്. എണീക്കടാ അവിടുന്ന്. എടാ എണീക്കാൻ. എന്താ ഇത്? വാ ഇങ്ങോട്ട്. എന്താ അമ്മേ? അമ്മ ഇതെന്താ? തനു മതി, ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട, നമുക്ക് പോയേക്കാം. നമുക്കൊരബദ്ധം പറ്റിയെന്ന് കരുതിയാ മതി. എന്താ? എന്താ അരവിന്ദ? വിശേഷം ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. മകളുടെ മാനം കപ്പൽ കയറും. അന്തസ്സും അഭിമാനമായിട്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ആരോടും. ഞങ്ങൾ ഇറങ്ങുക. അയ്യോ അത് വാടാ പോ. എന്താ എന്താ അമ്മ കാര്യം? മിണ്ടാതിരുടെ നാണം കെട്ടവനെ. അവന് വിശേഷം അറിയണം പോലും. കണ്ടുപിടിച്ചോണ്ട് വന്ന ബന്ധം കൊള്ളാം. നിന്നോട് നടക്കാനല്ലേ പറഞ്ഞത്? അച്ഛ എന്താ അച്ഛ കാര്യം പറ. നടക്കണം അങ്ങോട്ട്. സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ല ഗോപാലകൃഷ്ണ ഇത്. നടക്കടാ. നിക്ക്. ശ്യാമയ്ക്ക് ഒരു ആലോചനയായിട്ട് വന്നതും ഇത് ഇത്രയും വരെ കൊണ്ടെത്തിച്ചു നിങ്ങൾ എല്ലാവരും. പിന്നെ ഇപ്പോഴും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന്റെ കാരണം ബോധിപ്പിച്ചിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇയാളുടെ മകനെ ഇവിടുന്ന് ഇയാൾ ജീവനോടെ കൊണ്ടുപോവില്ല. സത്യഭാമയുടെ മകൻ വിഷ്ണു ഈ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ദേവിയെ സാക്ഷിയാക്കിയാ ഞാൻ ഈ പറയുന്നേ. ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് നീ ഒന്ന് സമാധാനത്തോടെ ജീവിക്കില്ലടാ. ഒരു തെറ്റും ചെയ്യാത്ത പാവം പെൺകുട്ടിയല്ലേടാ. ഇതിന് സമാധാനം പറയടാ നീ. നോക്ക്. വിഷ്ണുട്ടാ കാണ്, എല്ലാവരും കാണ്. കുഞ്ഞേച്ചി ദേ ഇവിടെ നിൽക്കുന്ന കല്യാണ പെണ്ണ് വേറൊരുത്തരുമായി കെട്ടിപ്പിടിച്ച് ഹോട്ടൽ റൂമിൽ കിടക്കുന്ന കാഴ്ചയാ അതിൽ കാണുന്നത്. ഇങ്ങതാ ദാ എല്ലാരും കാണ്, കണ്ണ് തുറന്ന് കാണ്. ദാ നോക്കടാ, നോക്ക്. ദേ ഇവനെ, ഈ കല്യാണം നടത്തി കൊടുക്കാൻ ഉത്സാഹിച്ച് ആദ്യ അവസാനക്കാരനായി നിൽക്കുന്ന യവനെയാ.
ഇനി പറ, നാണം കെട്ട ഈ പെണ്ണുമായിട്ട് വേണോ കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമ അരവിന്ദ സ്വാമിനാഥന്റെയും തനുജയുടെയും ഏക മകൻ ദീപകിന്റെ വിവാഹം? അതിനിപ്പോ എന്താ മോളെ, നമ്പർ ഇപ്പൊ തരാലോ. സേവ് ചെയ്തു. നിർത്ത്. എന്താ ഇതൊക്കെ? ഇനി ആ മനോഹര ചിത്രം പകർത്തിയ ക്യാമറ വുമൺ ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ കുറച്ച് പാടുപെടും മക്കളെ. കാരണം അതയച്ച ഫോണും നമ്പറും ഒന്നും എന്റേതല്ല, എല്ലാം വെറും ഡമ്മി. ഇനി ഉണ്ടായ യഥാർത്ഥ സംഭവം മനസ്സിലെങ്കിലും ഒന്ന് റീവൈൻഡ് ചെയ്താലേ എന്റെ പശ്ചാത്താപം മാറും. നിങ്ങൾ ഓർക്കുന്നില്ലേ, ശാരികയും രാജീവുമായുള്ള രണ്ടാം വിവാഹത്തിന്റെ തലേന്ന് രാത്രി നിങ്ങൾ ഹോട്ടലിൽ തങ്ങിയതും ഞാൻ നിങ്ങൾക്ക് ഫ്രഷ് ലൈമിൽ മയക്കുപൊടി കലർത്തി ഉറക്കിക്കിടത്തിയതും? മറ്റാരും കാണില്ലെന്ന് അമ്മയും മക്കളും ഒക്കെ കരുതിയ ആ സംഭവ പരമ്പരയെന്ന് ഒരു സീൻ മിസ്സിംഗാ. നിങ്ങൾ ആരും കാണാതെ പോയൊരു സീൻ. അതാ ശാരദാമ്മേ, ഞാൻ നിങ്ങളുടെ മകളുടെ ജീവിതം തകർക്കാൻ കാത്തുവെച്ച ബോംബ്. കൊള്ളാലോ നളദമയന്തിമാരുടെ കിടപ്പ്. ഇത് പോരല്ലോ. പോലെ ഇരിക്കുന്നതിന് ഒടുക്കത്തെ ഭാരമാണല്ലോ. കൈ നീക്കി വെക്കങ്ങോട്ട്. എന്തോ ഒരു കുറവുണ്ടല്ലോ. ഈ ജന്മം തന്നെ അങ്ങ് തുലച്ചു കളയാൻ എനിക്കിത് ധാരാളം മതി മോളെ. നീ എന്ത് തെറ്റ് നീ വാടാ. തനുജ നിക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വഴി മാറ ശാരദാമേ. നിങ്ങളിനി എന്ത് പറയുന്ന? തനുജെ, ആ ഫോട്ടോയുടെ കാര്യമാണെങ്കിൽ അതൊരു അബദ്ധം പറ്റിയതാ.
തനുജെ നമുക്ക് സംസാരിക്കാം. ആഹാ, അബദ്ധം പറ്റിയതാണല്ലേ? അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞോണ്ടായിരുന്നു ഇതെല്ലാം. അയ്യോ ഞാൻ ഊഹിച്ചു. ആ ഫോട്ടോ കാണുമ്പോ സാധാരണ അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ? കല്യാണ മണ്ഡപത്തിലോ കൊളക്കടവിലോ എവിടെയാണെങ്കിലും മകൾക്കിട്ട് നേരെ ചെന്ന് 2 എണ്ണം പൊട്ടിച്ചിട്ട് ചോദിക്കും, എന്ത് തോന്നിയാ സാരി നീ കാണിച്ചു വച്ചിരിക്കുന്നെന്ന്. എന്നിട്ടും മതിയായ വിശദീകരണം ഇല്ലെങ്കിൽ മകളുടെ കഴുത്തിൽ കല്ല് കെട്ടി വല്ല കയത്തിലും താഴ്ത്തും. അതാ മാനം. ഇവിടെ അതാണോ? എല്ലാവരും എല്ലാം നേരത്തെ അറിഞ്ഞു, കണ്ടു, കേട്ടു. ഞങ്ങൾ മാത്രം വിഡ്ഢികൾ. അയ്യോ ഗോപാലട, അവളെ തല്ലല്ല അച്ഛാ. ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമല്ലോ. എല്ലാരും അറിഞ്ഞോണ്ടായിരുന്നു എല്ലാം. കുറ്റം അവരുടെ ഭാഗത്തല്ല, നമ്മുടേതാ തനുജെ. അമ്മയുടെ കാര്യവും ഇവന്റെ ഇഷ്ടമൊക്കെ നോക്കി വേണ്ട പോലെ അന്വേഷിക്കുകയും കേൾക്കുകയും ചെയ്യാതെയല്ലേ പെണ്ണിനെടുക്കാൻ വന്നത്. ഗോപാലകൃഷ്ണൻ ഈയിടെയല്ലേ കുടുംബത്തിലേക്ക് വന്നു കയറിയത്. അയാളും ഒന്നും അറിഞ്ഞു കാണില്ല. പന്തികേടൊക്കെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു അരവിന്ദേട്ടാ. അച്ഛന് 2 ഭാര്യ. അതറിയാവുന്ന അമ്മ തന്നെ 2ാമത് കയറി വന്ന അച്ഛനെ സ്വീകരിക്കുകയും ചെയ്തു. മൂത്ത മകള് താലി പൊട്ടിച്ച് കെട്ടിയോന്റെ കൈ കൊടുത്തു. പിന്നെ 2ാം കെട്ട്. പിന്നെ 2ാമതൊരുത്തി ബലമായൊരുത്തനെ കൊണ്ട് താലി കെട്ടിച്ചു. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ നടപ്പുള്ള കാര്യമാണോ? ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ പെൺപിള്ളെ നിങ്ങൾ ഈ കുടുംബത്തിൽ പെണ്ണാലോചിച്ചോണ്ട് വന്നേ? പെണ്ണും പിള്ളയെന്നോ? നിങ്ങളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വായിക്കൊള്ളാത്തതും കൊള്ളരുതാത്തതും വിളിച്ചു പറയുമ്പോഴേ അത് പലർക്കും കൊള്ളുവെന്ന് ഓർത്തോണം. നിങ്ങൾ പറഞ്ഞ താലി പൊട്ടിച്ച മൂത്ത മോളില്ലേ, അവളെ കെട്ടിയിരിക്കുന്നതേ എന്റെ മോനാ. അതുകൊണ്ടേ അവനൊരു കുറവുണ്ടായതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. ഞങ്ങളുടെ പെണ്ണിനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഏതോ ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഒന്നേ നിങ്ങൾക്ക് തന്നിട്ടില്ലാരും. ഗോപാലകൃഷ്ണനെ ശാരദാമയൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാ. വന്ന കൊലത്തിൽ തിരിച്ചു പോയിന്ന് വരില്ല. വേണ്ട വിജയലക്ഷ്മി, എന്നെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്റെ മകളുടെ കല്യാണം നടത്തുക പ്രധാനം. കല്യാണത്തിന് മുമ്പേ വേറൊരു പുരുഷന്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. തോന്നിയ ദിവസം പറയാനുള്ള വേണ്ട വിഷ്ണു കേട്ടോ.